നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന പ്രതിപിടിയിൽ. വെള്ളിക്കുളങ്ങര അങ്ങാടിയിൽ ആഴ്ചകളായി പൈപ്പ് തകർന്ന് വെള്ളം പാഴായി പോകുന്നു. പരാതിയുമായി നാട്ടുകാർ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മാങ്കുറ്റിപ്പാടം 16-ാം വാർഡിലെ ജനപ്രതിനിധികൾക്ക് ആദരവും സ്വീകരണവും സംഘടിപ്പിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ഡിസംബർ 26 മുതൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന പ്രതിപിടിയിൽ. കണ്ണംകുടിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജോലിക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവിനെ മദ്യവുമായി പിടികൂടിയത്. ഇയാളിൽ നിന്ന് 4 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനീഷ് പൗലോസ്, SI മാർട്ടിൻ, ASIമാരായ ഷിജു, ഷാജു, CPOമാരായ വിപിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളിക്കുളങ്ങര അങ്ങാടിയിൽ ആഴ്ചകളായി പൈപ്പ് തകർന്ന് വെള്ളം പാഴായി പോകുന്നു. പൈപ്പ് പൊട്ടിയതും വെള്ളം പാഴായി പോകുന്നതും അധികാരികളെ പലതവണ അറിയിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡിൽ വിള്ളൽ ഉണ്ടായതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിലെ മെറ്റലും അടർന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മാങ്കുറ്റിപ്പാടം 16-ാം വാർഡിലെ ജനപ്രതിനിധികൾക്ക് ആദരവും സ്വീകരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡാർലി പോൾസൺ, ബ്ലോക്ക് മെമ്പർ പ്രവീൺ മാഷ്, വാർഡ് മെമ്പർ ശ്രീജ ടീച്ചർ, 6-ാം വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, 7-ാം വാർഡ് മെമ്പർ നൂർജഹാൻ, 17-ാം വാർഡ് മെമ്പർ സിജി രാജേഷ്, 23-ാം വാർഡ് മെമ്പർ അക്ഷയ സന്തോഷ്, 12-ാം വാർഡ് മെമ്പർ മിനി ടീച്ചർ, 22-ാം വാർഡ് മെമ്പർ സിബി പൗലോസ് എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, എൽദോ പാലയിൽ, വിൽസൺ പാലത്തറയിൽ, മുരളീധരൻ കാട്ടുങ്ങൽ, സരസ്വതി ശിവരാമൻ തെക്കേത്തല എന്നിവർ പ്രസംഗിച്ചു. പറ്റുന്ന നമ്മുടെ ആദർശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രവൃത്തി കൂടെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾക്കും ഈ ദിവസം മുതൽ ഏറ്റെടുക്കണം. ഒരു 100, 120 ദിവസം, 130, 150 ദിവസത്തിനകം നമുക്കൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏപ്രിൽ മാസത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് അനിവാര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ആ തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും, ഒരു UDFന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അതുപോലെ ചുമതലകളും നിങ്ങൾ ഏറ്റെടുക്കണം. നമുക്കൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഡിസംബർ 26 മുതൽ 29 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാളിന്റെ കൊടിയേറ്റം 26 വെള്ളിയാഴ്ച 5:30 ഹോസൂർ രൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ജോജു എളങ്ങുന്നപ്പുഴ നിർവഹിക്കും. തുടർന്ന് പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, വൈകിട്ട് 7 ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാർ നിർവഹിക്കും. അമ്പുതിരുനാൾ ദിനമായ 27 ശനിയാഴ്ച രാവിലെ 6 പ്രസുതേന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന, തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 9 അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ 28 ഞായറാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാന, 10:30 തിരുനാൾ പ്രതിദിന പ്രസുതേന്തി വാഴ്ച, തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ അമൽ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ ഫാദർ ആൻഡോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3:30 ഫാദർ ആന്റണി പുതുശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദർശനം. വൈകിട്ട് 7 തിരുനാൾ പ്രദർശനം പള്ളിയിൽ എത്തിച്ചേരുന്നു. 29 തിങ്കൾ മരിച്ചവരുടെ അനുസ്മരണ ദിനം രാവിലെ 6:15 വിശുദ്ധ കുർബാന, പൊതു ഓഫീസ്,
വൈകിട്ട് 7-ന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള, 31-ന് ബുധനാഴ്ച രാവിലെ 9-ന് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഡീക്കൻ അലൻ തെക്കുംപുറം തിരുപ്പട്ടം സ്വീകരിക്കുന്നു. തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നു. 2026 ജനുവരി 2 വെള്ളിയാഴ്ച 5:30-ന് നവവൈദികന് സ്വീകരണം നൽകുന്നു. തുടർന്ന് ഇടവക ദിനവും മതബോധന ദിനവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്ങുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോഷി തെക്കുംപുറം, കൈക്കാരന്മാരായ ഷാജു അപ്പാട്ടുപറമ്പിൽ, MJ ജോർജ്, ജോയിന്റ് കൺവീനർ MD ജോർജ് മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. ഈ വർഷം നെല്ലായി സെന്റ് മേരീസ് ഇടവകയിൽ തിരുനാള്, തിരുപ്പട്ടം, തിരുപ്പിറവി ഒന്നുചേരുന്ന സന്തോഷകരമായ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ 2025 ഡിസംബർ 26, 27, 28, 29 തീയതികളിലായിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. തിരുനാളിൻ്റെ നവനാൾ ഡിസംബർ 17-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 26-ാം തീയതി വൈകിട്ട് 5:30-ക്കാണ് തിരുനാളിൻ്റെ കൊടികയറ്റം. ഹോസൂർ രൂപത ഫിനാൻസ് ഓഫീസർ പെരിയ ബഹുമാനപ്പെട്ട ജാജു എളങ്ങുന്നപ്പുഴ അച്ഛനാണ് തിരുനാൾ കൊടിയേറ്റം നടത്തുക. തുടർന്ന് പിറ്റേ ദിവസം അമ്പ് തിരുനാളാണ്. തൊട്ടടുത്ത ദിവസം തിരുനാൾ ദിവസമാണ്. അതിനടുത്ത ദിവസം മരിച്ചവരെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് ശേഷം 7 മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടത്തുക. കൊടുങ്ങല്ലൂർ DYSP ആയിരിക്കുന്ന ശ്രീ ബിജുകുമാർ അവർകളാണ്. പ്രത്യേകമായിട്ട് എല്ലാവരെയും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു. ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ് അമ്പിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. കുർബാനയ്ക്ക് ശേഷം പന്തലിലേക്ക് അമ്പ് എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. തുടർന്ന് വീടുകളിലേക്ക് അമ്പ് കൊണ്ടുവരുന്നു. വീടുകളിലേക്ക് വരുന്ന അമ്പ് ആഘോഷമായി രാത്രി 9 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് ശേഷം ചെറിയ കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 6 മണിക്കാണ് ആദ്യത്തെ കുർബാന. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന രാവിലെ 10:30-ക്കായിരിക്കും. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ആൻഡു ആലപ്പാടച്ചൻ തിരുനാൾ സന്ദേശം നൽകുന്നു. ഒല്ലൂർ കോൺവെന്റിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. എടക്കുന്നി സ്വദേശി ആദിത്യനാണ് പരിക്കേറ്റത്. മാരുതി സുസുക്കിയുടെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി AM മോട്ടോഴ്സ് ഇനി മുതൽ കൊടകരയുടെ മണ്ണിലും. രാജ്യത്തെ മുൻനിര മാരുതി സുസുക്കി ഡീലറായ AM മോട്ടോഴ്സിന്റെ കൊടകരയിലെ പുതിയ ഷോറൂം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. AM മോട്ടോഴ്സ് മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് ഇക്ബാൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM നിഹാസ്, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവുമാരായ മുഹമ്മദ് ഫാസിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേന്ദ്രൻ, അസോസിയേറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി. മാരുതി സുസുക്കി കാറുകളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സ് തുടങ്ങി എല്ലാ സേവനങ്ങളും കൊടകര ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. കാർ വിപണന രംഗത്ത് 4 നൂറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള AM മോട്ടോഴ്സ് ഇതിനോടകം ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ഡീലറായ AM മോട്ടോഴ്സിന്റെ വരവ് കൊടകരയുടെ വികസനത്തിന് പുതു ഉണർവ് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നമ്മുടെ പുതിയ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ഇന്ന് 22 ഡിസംബറിന് കൊടകരയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ഇതൊരു 3 years ഫെസിലിറ്റിയാണ് മാരുതി സുസുക്കിയുടെ. ആൻഡ് AM മോട്ടോഴ്സിൻ്റെ ഫസ്റ്റ് ഓത്തറൈസ്ഡ് അരീന 3 years ഫെസിലിറ്റി ഷോറൂമാണ് നമുക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ദിവസം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ടു എക്സ്പോസ് ദ ഷോറൂം ഇൻ ഫ്രണ്ട് ഓഫ് കൊടകര. 3 years ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ്, സർവീസ്, സ്പെയർസ്, അതേപോലെ തന്നെ ട്രൂ ആൻഡ് യൂസ് കാർ എക്സ്ചേഞ്ച് ഫെസിലിറ്റി നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. AM മോട്ടോഴ്സ് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ മാരുതി സുസുക്കിയുടെ ഒരുപാട് അവാർഡ്സ് വിൻ ചെയ്തിട്ടുള്ള ഒരു മാരുതി സുസുക്കി ഡീലറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ബിസിനസ്സിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ സോഫാർ സർവീസും അതുപോലെ തന്നെ നിയർലി 1 lakh കാർസ് ഡെലിവറി നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഓത്തറൈസ്ഡ് ഡീലർഷിപ്പാണ്. ഇവിടെ കൊടകരയിൽ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഷോറൂമിനകത്ത്
നമുക്കിവിടെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് മാരുതി സുസുക്കിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വെഹിക്കിളിന് ഏറ്റവും മികച്ച സർവീസ് നമുക്കിവിടെ നൽകാൻ പറ്റും. സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും 23, 24 തീയതികളിൽ നമുക്കിവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ഓഫേഴ്സ് നമ്മളിവിടെ സർവീസിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്, എക്സൈറ്റിംഗ് ഓഫേഴ്സ്. തുടർന്ന് ഈ മാസവും അതേപോലെ ജനുവരിയിലും ബോഡി റിപ്പയർ വർക്ക്സ് ആണെങ്കിലും പീരിയോഡിക് സർവീസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഓഫേഴ്സ് സർവീസിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസ് അനുബന്ധിച്ച് ഒരുപാട് മാരുതി സുസുക്കിയുടെ ഓഫേഴ്സും അതേപോലെ തന്നെ AM മോട്ടോഴ്സിൻ്റെ എക്സൈറ്റിംഗ് ഓഫേഴ്സും കൊടകരയിലെയും ചാലക്കുടിയിലെയും നിവാസികൾക്ക് വളരെയേറെ ന്യൂ കാർ വാങ്ങിക്കുമ്പോൾ ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന ദിനത്തിൽ മാരുതിക്കുള്ള 2 ഫ്രീ കാർ വാഷിംഗ് കൂപ്പണുകളും ഫ്രീ ഫുൾ ബോഡി ചെക്കപ്പും മറ്റു ഡിസ്കൗണ്ട് കൂപ്പണുകളും കൂടാതെ 16 സന്ദർശകർക്ക് ലക്കി ഡ്രോയിലൂടെ 10 മുതൽ ഫുൾ ടാങ്ക് വരെ ഫ്യൂവൽ നേടാനുള്ള അവസരവും AM മോട്ടോഴ്സ് ഒരുക്കിയിരുന്നു. ജില്ലയിലെ വാഹനപ്രേമികൾക്ക് മാരുതിയുടെ പുത്തൻ മോഡലുകൾ ഇനി എളുപ്പത്തിൽ സ്വന്തമാക്കാം. കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളുള്ള മാരുതി സുസുക്കി സെയിൽസ് സർവീസ് ട്രൂ വാല്യൂ ഷോറൂം AM മോട്ടോഴ്സ് കൊടകര. ഫോൺ 9895 95 1111 9048900066. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് കാലത്തെ വരവേൽക്കാൻ പുൽക്കൂടുകൾ മാറ്റി നിർത്താനാകില്ല. പല വലിപ്പത്തിലും തരത്തിലും ഇന്ന് പുൽക്കൂടുകൾ വിപണിയിൽ നിറയുന്നുണ്ട്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്മസിന് സഹനത്തിന്റെയും പ്രതീക്ഷയുടെയും ചരിത്രം കൂടി പറയാനുണ്ട്. ലോകത്താകമാനമുള്ള വിശ്വാസികൾക്ക് ക്രിസ്മസ് കാലത്തെ വരവേൽക്കാൻ പുൽക്കൂടുകൾ മാറ്റി നിർത്താനാവില്ല. പലതരത്തിലും വലുപ്പത്തിലും ഇന്ന് പുൽക്കൂടുകൾ വിപണിയിൽ നിറയുന്നുണ്ട്. പുൽക്കൂട് നിർമ്മാണത്തിൽ ഓരോ വർഷവും വ്യത്യസ്തമായി എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കുന്നവരാണ് മലയാളികൾ. കേടുകൂടാതെ 2-3 വർഷം സൂക്ഷിക്കാവുന്ന പ്ലാസ്റ്റിക്കിലും ഫൈബറിലും തീർത്ത പുൽക്കൂടുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും മാർബിളിലും തീർത്ത ഉണ്ണിയേശുവിൻ്റെയും ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും രൂപങ്ങൾ പുൽക്കൂടിന് അലങ്കാരമായി മാറുന്നു. വ്യത്യസ്ത വർണ്ണങ്ങളിൽ, രൂപഭാവങ്ങളിൽ, വലിപ്പത്തിൽ ഇത്തരം രൂപങ്ങൾ വിപണിയിൽ കാണാൻ കഴിയും. ഉണ്ണിയേശുവിനെ കാണാൻ വന്ന 3 രാജാക്കന്മാർ, ഒട്ടകം, കാലിത്തൊഴുത്തിലെ കാലികൾ, ആട്ടിടയന്മാർ, ആടുകൾ, ഉണ്ണിയേശുവിൻ്റെ ജനനം, ആട്ടിടയന്മാരെ അറിയിച്ച മാലാഖ, അങ്ങനെ നീളുന്നു രൂപങ്ങളിലെ വൈവിധ്യങ്ങൾ. ക്രിസ്മസ് ദിനത്തിൽ ഈ രൂപങ്ങൾ പുൽക്കൂട്ടിൽ സ്ഥാനം പിടിക്കും. വർണ്ണവിളക്കുകൾ കൊളുത്തി ചെറുനക്ഷത്രങ്ങൾ തൂക്കി പുൽക്കൂടിനെ അലങ്കരിക്കും. ചുറ്റിലും മഞ്ഞ് പെയ്യുന്ന മലഞ്ചെരുവുകളും നെൽപ്പാടവും തുടങ്ങി കലാകാരന്മാരുടെ വൈഭവം പ്രകടമാകുന്ന ഇടം കൂടിയാണ് പുൽക്കൂടുകൾ. ഉണ്ണിയേശുവും ജോസഫും മാതാവും ആട്ടിടയന്മാരും രാജാക്കന്മാരും ഒക്കെയായി റെഡിമെയ്ഡ് പുൽക്കൂടുകൾ വിപണിയിൽ ലഭ്യമാണ്. മുളയിലും ഫൈബറിലും കാർഡ്ബോർഡിലും ഒക്കെ തീർത്ത ഇത്തരം പുൽക്കൂടുകളിൽ വ്യത്യസ്ത വലുപ്പത്തിലുള്ള രൂപങ്ങൾ അലങ്കരിച്ച് വീടുകളിൽ വയ്ക്കുക എളുപ്പമാണ്. അതുമാത്രമല്ല, ഒരിക്കൽ വാങ്ങിയാൽ ഒരുപാട് വർഷങ്ങൾ കൂടി ഉപയോഗിക്കാമെന്നതാണ് ഇതിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ക്രിസ്മസ് ദിനങ്ങളോടടുക്കുമ്പോൾ വിപണിയിൽ കൂടുതൽ ഉണർവ് പ്രകടമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. അവിട്ടപ്പള്ളി ഹിൽ വ്യൂ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. KS ഷോബി അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണ മേനോൻ, കൂനൻ സേവ്യർ, KJ സെൽവൻ, മംഗലം ജോസ്, പെരേപ്പാടൻ പോൾസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരോൾ ഘോഷയാത്ര, മധുര പലഹാര വിതരണം എന്നിവയുമുണ്ടായി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും ഖത്തർ കോടാലി കൂട്ടായ്മ പ്രതിനിധി വിശ്വനാഥൻ അണലിപ്പറമ്പിലിന്റെയും സഹകരണത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ 100-ൽ പരം കിടപ്പ് രോഗികൾക്ക് ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു. വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് K കൃഷ്ണൻ, പാലിയേറ്റീവ് നഴ്സുമാരായ PA സിസിലി, KK ശ്രീജ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഷിബു നെല്ലിശ്ശേരി കേക്ക് മുറിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകി. CI K കൃഷ്ണൻ, ഫാദർ ഷിബു നെല്ലിശ്ശേരി, CPO അലക്സ് അഗസ്റ്റി, ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ജോണി PM, സിസിലി PA, ബെറ്റി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഓട്ടോ തൊഴിലാളി യൂണിയൻ AITUC ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കേക്ക് വിതരണവും നടത്തി. പഞ്ചായത്ത് അംഗവും AITUC ഭാരവാഹിയുമായ
സുനന്ദ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. LC സെക്രട്ടറി VR രബീഷ് അധ്യക്ഷനായി. ജോസ് MR, ജയകുമാർ, ഡെൽജോ വർഗീസ്, നസീർ, CV അജിത് എന്നിവർ പ്രസംഗിച്ചു. കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിയും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന K. ഭാസ്കരന്റെ ചരമവാർഷിക ദിനത്തിൽ BKMUവിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PC സാജു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PM നിക്സൺ, ഡെനീസ് പുളിക്കൻ, KR അനൂപ്, BA വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. MP അരുൺ, NK സുധാകരൻ, TK സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഈ മാസം 31-ന് വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തൽ, നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, 5:30-ന് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, രാവിലെ 6:30-ന് ഉഷപൂജ, 7:15-ന് മണ്ഡപത്തിൽ നവകം, പഞ്ചഗവ്യം പൂജകൾ, 8 മണിക്ക് നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ, രാവിലെ 9-ന് ശ്രീഭൂതബലി, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 9:30-ന് കൂട്ടി എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളത്തിന് കൊടകര ഉണ്ണി നേതൃത്വം നൽകും. വൈകിട്ട് 4:30-ന് നടക്കുന്ന പാണ്ടിമേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകും. വൈകിട്ട് 6:45-ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, 8 മണിക്ക് അരുൺ പാലാഴി നയിക്കുന്ന തായമ്പക, 8:45-ന് അത്താഴപൂജയും ഉണ്ടാകും. തുടർന്ന് രാത്രി 9 മണിക്ക് 8 ദേശങ്ങളിൽ നിന്നുള്ള താലിവരവും ഉണ്ടായിരിക്കും. തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 25 വ്യാഴാഴ്ച മുതൽ 29 തിങ്കളാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി കലാപരിപാടികൾ ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായ ശൈലജൻ പാറമേക്കാടൻ, സുശീല പ്രേംലാൽ, ജിനേഷ് കാവുങ്ങൽ എന്നിവർ പങ്കെടുത്തു. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ മാസം 31-ാം തീയതി ബുധനാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവത്തിന് ഭഗവതിയുടെ തിടമ്പറ്റുന്നത് തിരുവാണിക്കാവ് രാജഗോപാലാണ്. മേളത്തിന് പാണ്ടിമേളം പ്രമാണം പത്മശ്രീ പെരുവനം കുട്ടന്മാരും, പാഞ്ചാരിമേളം മേളപ്രതിഭ കൊടകര ഉണ്ണിയും, അതുപോലെ തന്നെ മേളകലരക്കം ചുവല്ലൂർ മോഹന വാര്യരുമാണ്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് 2025 നടത്തി. ഫുട്ബോൾ പരിശീലകൻ M. പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സഞ്ജയ് K. നായർ, പഞ്ചായത്ത് അംഗം മെൽബിൻ കുഴിച്ചാമഠത്തിൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ, വിദ്യാർത്ഥികളായ EB പുണ്യ, സഞ്ജയ് K. സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. കരിക്കിൻ വെള്ളം കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കലർപ്പുമില്ലാത്ത വെള്ളമാണ് കരിക്കിൻ വെള്ളം. ഒരു മായവും കലരാത്തതുകൊണ്ട് തന്നെ നിരന്തരം കുടിച്ചാൽ ശരീരത്തിന് ആരോഗ്യപരമായ മാറ്റങ്ങളുണ്ടാകും. ഇത് ആരോഗ്യം മാത്രമല്ല, സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ധാതുക്കളും അടങ്ങിയ കരിക്കിൻ വെള്ളം പല രോഗങ്ങളും ഭേദമാക്കാനും സഹായിക്കുന്നു. കരിക്കിൻ വെള്ളം തടി കുറയ്ക്കാൻ നല്ലതാണ്. തലവേദന ഇല്ലാതാക്കുന്നതിൽ ഇത് വഹിക്കുന്ന പങ്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ശരീരത്തെ നിർജ്ജലീകരണത്തിൽ നിന്ന് തടയുന്നു. കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗത്തിന് മികച്ച മരുന്നാണ് കരിക്കിൻ വെള്ളം. കരിക്കിൻ വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം. മൂത്രവിസർജനം സുഗമമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കരിക്കിൻ വെള്ളം. ഇതിലെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, മിനറൽ എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം. വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയ ഒന്നാണ് ഇത്. നിയാസിൻ, ഫിരിഡോക്സിൻ, റിബോഫ്ലബിൻ പോലുള്ള വിറ്റാമിനുകൾ കരിക്കിൻ വെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് കരിക്കിൻ വെള്ളത്തിനുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം. ഇലക്ട്രോലൈറ്റുകൾ ധാരാളം ഉള്ളിലെത്താൻ ഇത് സഹായിക്കുന്നു. തൈറോയിഡിൻ്റെ കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണിത്. തൈറോയിഡ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും കരിക്കിൻ വെള്ളം സഹായിക്കും. ഗർഭിണികൾക്ക് ഗർഭകാലത്ത് മലബന്ധമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മലബന്ധം എന്ന പ്രശ്നം അകറ്റാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഏറെ നല്ലതാണ് കരിക്കിൻ വെള്ളം.
കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോട് കൂടിയ തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടിയ കോഴ്സിൽ +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 7994926081 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. പേരാമ്പ്ര പാറയിൽ വെളയനാട്ടുകാരൻ റപ്പായി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫിരോമിനെയാണ് ഭാര്യ. സിജി, ബിജു, സജി എന്നിവർ മക്കളും. ജോർജി, ജൂന, ജോണി, സോഫിയ എന്നിവർ മരുമക്കളുമാണ്. വരാക്കര ചുക്രിക്കുന്ന് മേപ്പുറത്ത് കേശവൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് കൊഴുക്കുള്ളി ഓർമ്മക്കൂട് ശ്മശാനത്തിൽ. വിശാലാക്ഷിയാണ് ഭാര്യ. ശശിബാല, സലീഷ്, സന്ദീപ് എന്നിവർ മക്കളും. ബിനോയ്, നീതു, സൗപർണിക എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന, പ്രതിപിടിയിൽ. വെള്ളിക്കുളങ്ങര അങ്ങാടിയിൽ ആഴ്ചകളായി പൈപ്പ് തകർന്ന് വെള്ളം പാഴായി പോകുന്നു, പരാതിയുമായി നാട്ടുകാർ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മാങ്കുറ്റിപ്പാടം 16-ാം വാർഡിലെ ജനപ്രതിനിധികൾക്ക് ആദരവും സ്വീകരണവും സംഘടിപ്പിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ഡിസംബർ 26 മുതൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.